മാത്സിനൊക്കെ ഹൈ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ 100 കിട്ടുമെന്ന് എനിക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. മാത്സിനെ വളരെയധികം പേടിയോടെ കാണുന്നവരാണ് നമ്മളിൽ പലരും. മാത്സ് എക്സാമിൽ ഉയർന്ന സ്കോർ നേടുന്നവരെ നമ്മൾ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലൊരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ. മാത്സ് CBSE എക്സാമിൽ ഉയർന്ന മാർക്ക് നേടി 100-ൽ 100 മാർക്കും നേടി നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ മങ്കട സ്വദേശിയായ സരുൺ. സരുൺ നമ്മോടൊപ്പം ഉണ്ട്. വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാത്സിൽ മാത്രമല്ല മറ്റെല്ലാ വിഷയത്തിലും ഉയർന്ന മാർക്ക് തന്നെ നേടിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ മാർക്ക് മാത്സിനൊക്കെ ഹൈ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ 100 കിട്ടുമെന്ന് എനിക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. 1 മാർക്കൊക്കെ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു സന്തോഷം. 100 മാർക്ക് കിട്ടിയെന്നറിഞ്ഞപ്പോ ആ ഒരു നിമിഷത്തിൽ എന്തായിരുന്നു പാരന്റ്സിന്റെ അതുപോലെ ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് മാർക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ എത്രയാന്ന് ചോദിച്ചപ്പോൾ മാത്സിന് ഫുൾ എന്ന് പറഞ്ഞപ്പോ അവരെന്നെ ലൈക്ക് നല്ല ഹാപ്പി ആയി. അവര് അന്തപ്പെട്ടു. അങ്ങനെയൊക്കെ. മാത്സ് എന്ന് പറയുന്നത് നമ്മൾ പരിശീലിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു പരിശീലനങ്ങളും ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അതോ ഫാക്കൽറ്റീസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ? മാത്രമേ ഉള്ളൂ. ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. സാറ് തന്ന ക്വസ്റ്റ്യൻസ് എന്റെ അടുത്ത് നോക്കി, അങ്ങനെ അത് ചെയ്തു. അത് കുറെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ നോക്കി പഠിച്ച. അല്ല ട്യൂഷൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ചെറുപ്പം തൊട്ട് എങ്ങനെ മാത്സിനോട് താല്പര്യം ഉള്ള ഒരു വിഷയമായിരുന്നു? മാത്സ് എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ നല്ല ഇഷ്ടമായിരുന്നു പഠിക്കാൻ. അത് പിന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാണ്ട് വലിയ പാടൊന്നും തോന്നില്ല. അതങ്ങനെ ചെയ്ത്. മാത്സിനെ പേടിയോടെ കാണുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? പേടിക്കാനൊന്നുമില്ല. അത് കുറെ റിപ്പീറ്റ് ചെയ്ത് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളും. ഇനി ഭാവി കാര്യങ്ങള് എന്തൊക്കെയാണ്? ഹയർ സ്റ്റഡീസും ഒക്കെ എങ്ങനെയാണ്? എഞ്ചിനീയറിംഗ് കോളേജാണ് നോക്കുന്നത്. ജെയും കീം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് നല്ലത് കുറച്ചൊക്കെ നല്ല കിട്ടി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വല്ലതും കിട്ടുമെന്ന് നോക്കണം ആ കോളേജസ് ഒക്കെ. സരുണിന്റെ പാരന്റ്സ് നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സന്തോഷം എങ്ങനെ പങ്കുവെക്കും നമ്മളൊക്കെ അവരോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് മോൻ ഇങ്ങനെ വലിയൊരു ഉന്നത വിജയം നേടിയിട്ട്? വളരെ സന്തോഷമാണ്. ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. അവന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും പിന്നെ മാത്സ് ആണെങ്കിലും മറ്റു സബ്ജക്ട് ആണെങ്കിലും ഹാർഡ് വർക്ക് ആയിരുന്നു. ഹാർഡ് വർക്കിന് അവന് അതിന്റെ റിസൾട്ട് കിട്ടി. വളരെ സന്തോഷം. പക്ഷെ 100% നമ്മൾ മാത്സിൽ കിട്ടുമോ എന്നൊക്കെ. പക്ഷെ മാഷ് വളരെ സപ്പോർട്ടീവ് ആവുന്നു പറഞ്ഞിരുന്നു കിട്ടാൻ ചാൻസ് ഉണ്ട്. വളരെ സന്തോഷം തോന്നി. എങ്ങനെയായിരുന്നു ടീച്ചേഴ്സിന്റെ ഭാഗത്ത്? നല്ല സപ്പോർട്ട് ആയിരുന്നു. നിജാ സാറൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. എല്ലാ ടീച്ചർമാരും വളരെ 9th-ഉം 10th-ഉം ലിബിൻ സാറും അതുപോലെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അന്ന് 10th-ലും എക്സ്പെക്ട് ചെയ്തിരുന്നു സാറൊക്കെ. അത് ചെറിയൊരു ഇതിൽ പോയി. 1 മാർക്ക് 2 മാർക്കിലങ്ങനെ അത് ഈ ഒരു എക്സാമിൽ നമ്മൾ തിരിച്ചു പിടിച്ചു. ഇനി എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ മാത്സിന് പേടിക്കുന്ന കുട്ടികളോട് അതുപോലെ അവരുടെ പാരന്റ്സിനോടൊക്കെ ഒരു 100 മാർക്ക് നേടിയ ഒരു സ്റ്റുഡന്റിന്റെ പാരന്റ്സ് എന്ന നിലയിൽ പേടിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. നമ്മളതിനെ നന്നായി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത്. അതായത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്കിപ്പം ഒരുപാട് മീഡിയാസ് ഉണ്ടല്ലോ. ഏതെന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിലും ഇല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ ഇതില് സ്കൂളിൽ തരുന്നതായാലും എല്ലാം വർക്കൗട്ട് ചെയ്ത് വെക്കാം. മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പേടിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. മാത്സ് നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമാണ്. ചെയ്യാനും പറ്റും. എങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ മാത്സിനോട് താല്പര്യമുള്ള പാരന്റ്സ് ആണോ? താല്പര്യം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. സരുണിന്റെ ഫാക്കൽറ്റീസ് നമ്മോടൊപ്പം ഉണ്ട്. സരുൺ ഇങ്ങനെ മാത്സിൽ 100 മാർക്ക് നേടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? സരുണിന്റെ പ്രത്യേകത 10th-ൽ തന്നെ 100 മാർക്ക് CBSE കിട്ടാനുള്ള ഒരു പരിശ്രമം സരുണിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് നമ്മളെ വള്ളുവനാട് സ്കൂളിലെ 10th കൈകാര്യം ചെയ്യുന്ന ലിബിൻ സാർ ആ കാര്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ മാർക്കിനാണ് അന്ന് ഫുൾ മാർക്ക് എന്നുള്ളത് മിസ്സായി പോയത്. ആ സമയം മുതൽ തന്നെ സരുണിനെ നമുക്ക് +2-ല് മാത്സിൽ 100 മാർക്ക് എത്തിക്കണം എന്നുള്ള ഒരു പരിശ്രമം സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് സരുണും അതുപോലെ തന്നെ സരുണിന്റെ പാരന്റ്സും ഒക്കെ അതിലുണ്ടായിരുന്നത്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ സരുണിന്റെ പ്രത്യേകത കൊടുക്കുന്ന എല്ലാ വർക്കുകളും ഒരു ദിവസം കൊടുക്കുന്ന അന്ന് തന്നെ ചെയ്തു തീർക്കുന്ന ഒരു പ്രത്യേകത ഉള്ള ആളായിരുന്നു സരുൺ എന്ന് പറയുന്നത്. പുതിയ ക്വസ്റ്റ്യൻ പോലും നമ്മൾ ചെയ്യാത്ത പുതിയ ക്വസ്റ്റ്യൻ പോലും കണ്ടു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനുള്ള ഒരു സ്കില്ല്, മാത്തമാറ്റിക്കൽ സ്കില്ല് സരുണിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു ട്യൂഷനോ മറ്റുള്ള ഒരു കാര്യങ്ങളും സരുണിനുണ്ടായിരുന്നില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും നോട്ടുകളും എക്സ്ട്രാ യൂസ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സരുൺ പഠിച്ചത്. എന്തായാലും ഈ പെർഫെക്റ്റ് സ്കോറിലേക്ക് എത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷം. നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാത്സിൽ ഒരു 100/100 വരുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ അഭിനന്ദനങ്ങൾ. സരുണിനോടൊപ്പം തന്നെ ഇപ്പൊ സ്കൂളും
ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിജയമായിട്ട് തന്നെ കാണുകയാണ്. കാരണം ഇപ്പോൾ വലിയ പ്രതിസന്ധി CBSE വാല്യുവേഷൻ സിസ്റ്റത്തിലും പുതിയ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്ന OSM സിസ്റ്റത്തിലാണ് ഈ പ്രാവശ്യം വാല്യുവേഷൻ നടന്നത്. വാല്യുവേഷനെ കുറിച്ച് പൊതുവെ വലിയ പരാതികളാണ് രാജ്യത്ത് ഉടനീളം നിലനിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ സ്കൂളിൽ ഈ ഒരു പെർഫെക്റ്റ് സ്കോർ എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയത്. അതിന് സ്കൂളിൽ വലിയ അഭിമാനമായിട്ട് തന്നെ സരുൺ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ഇത്തരം ഒരുപാട് കുട്ടികളുണ്ടാവും, മാത്സിന് താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലും പ്രത്യേക ക്ലാസ്സുകൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും മാത്സ് എന്ന് പറയുന്നത് ഒരു ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് കുറെ കുട്ടികൾ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിജയങ്ങൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ട് മാറണം. കാരണം സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ആണ് മാത്സിലെ ഒരു പ്രധാന പ്രത്യേകത. വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുകയും സ്ഥിരമായിട്ട് അതിന് പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്സിലും വലിയ വിജയങ്ങൾ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മോട്ടിവേഷനായിട്ട് ഈ സരുണിന്റെ വിജയം മാറണം. നമ്മൾ ഈ വർഷത്തെ ഇപ്പോൾ +2 നമുക്ക് 50 പേര് സ്ട്രെങ്ത് ഉണ്ട്. അതിലും നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് ഈ ഒരു വർഷം, അടുത്ത വർഷത്തെ അക്കാദമിക് ഇയറിൽ കൂടുതൽ കുട്ടികൾക്ക് മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ഒരു പ്ലാന്, അതിന്റെ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം കൂടുതൽ പേർ ഈ 100 മാർക്കിലെത്തും, പെർഫെക്റ്റ് സ്കോറിലെത്തും എന്നാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശ്രീ വള്ളുവനാട് സ്കൂൾ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരു സന്തോഷമായ നിമിഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാറിന് എന്താണ് പറയുന്നത്? നമ്മൾ ഈ വർഷം +2 റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായ വാല്യുവേഷനൊക്കെ ആയിരുന്നു. ഓൺലൈൻ മാർക്കിംഗ് സ്കീമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കിട്ടാൻ, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ആ ഒരു സിറ്റുവേഷനെ മറികടന്ന് ഈ സരുൺ എന്ന കുട്ടി 100-ൽ 100 മാത്തമാറ്റിക്സിൽ നേടിയിട്ടുണ്ട്. അതേപോലെ കെമിസ്ട്രിയിൽ 98% നേടിയ കുട്ടികളുണ്ട്. ഇവരൊക്കെ തന്നെ ജില്ലയിൽ ടോപ്പാണ്. ജില്ലയിൽ വന്ന ടോപ്പേഴ്സ് ലിസ്റ്റിൽ വന്നതാണ്. മാത്രമല്ല മാത്സിൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയ ഒരു കുട്ടിയും ജില്ലയിൽ ഇല്ല വേറെ. അതേപോലെ തന്നെ നാഷണൽ ടോപ്പർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നാഷണൽ ടോപ്പേഴ്സിൽ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മാത്സിൽ ഇങ്ങനെ 100-ൽ 100 കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റിൽ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് CBSE നാഷണൽ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലാണ് ഇവൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമുക്ക് എബോവ് 90, 98, 95, 94 മാർക്കുകൾ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ തന്നെ ജില്ലയിൽ ടോപ്പേഴ്സ് മീറ്റിൽ അവരെയൊക്കെ നമ്മൾ ആദരിക്കും. അപ്പോൾ ഇത്രയും കൂടുതൽ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ മാർക്കിംഗ് സ്കീം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ പ്രതിസന്ധികളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് ഇടയിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇവിടുത്തെ ഫാക്കൽറ്റീസ് കൊടുക്കുന്ന വിദ്യാഭ്യാസവും പിന്നെ അവർ എടുക്കുന്ന എഫർട്ടും അതേപോലെ തന്നെ കുട്ടികളുടെയും പാരൻസിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാവുന്ന സഹകരണം തന്നെയാണ് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. എന്തായാലും സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഗണിതം ഒരു ഊരാക്കുടുക്കൽ എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ സരുൺ. ഇനിയും ഒരുപാട് വിജയങ്ങൾ, വലിയ വിജയങ്ങൾ സരുണിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ 100-ൽ 100 മാർക്കെല്ലാം നേടി വലിയ വിജയം കരസ്ഥമാക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.